എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. മൈദ വെച്ചിട്ടാണ്. ഇത് നമുക്ക് രാവിലെയോ വൈകുന്നേരമോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾ പൊടി എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച്. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ നല്ലപോലെ ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇത് കല്ലും മണ്ണൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി മാവ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊടി കൂട്ടിയെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ 2.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 2 കപ്പാണ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ശർക്കരപ്പാനി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിറയെ കല്ലുണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലോണം ലൂസായി പോവരുത്, ചെറുതായിട്ടൊരു കട്ടിക്ക് വേണം നമ്മൾ ഈ മാവ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് മാവൊന്ന് റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. രാവിലെ ആണെങ്കിലും വൈകുന്നേരങ്ങളിലാണെങ്കിലും ഒക്കെ കഴിക്കാം. നല്ല മധുരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ വേണമെങ്കിലൊക്കെ ചെയ്യാം. ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. മധുരം നിങ്ങൾക്ക് ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനൊരു ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത്. അത് ചൂടായിട്ടുണ്ട്. സിമ്മിൽ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ സിമ്മിലിട്ട് ചെയ്യുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് മൈദപ്പൊടി മാത്രമല്ല ഗോതമ്പ് പൊടിയിൽ വെച്ചിട്ടും ചെയ്യാം. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതുപോലെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡ് ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതൊന്ന് മാറ്റാം. അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് 2 സൈഡും തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കുക. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.